എല്ലാവർക്കും ജെയിൻസ് എക്സൽ കോളേജിൻ്റെ +1 മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിവിടെ +1 സംബന്ധിച്ച് +1 മാത്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊത്തം 16 ചാപ്റ്റേഴ്സുകളാണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി എന്ന് പറയും. അത് 3rd ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ത്രികോണമിതി എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ത്രികോണമിതി അംശബന്ധങ്ങൾ, ഇവിടെ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രിഗണോമെട്രി അതായത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ത്രികോണമിതി. നിങ്ങൾ 10ാം ക്ലാസ്സിൽ 6 ത്രികോണമിതി അംശബന്ധങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. അതായത് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഏതൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ച ട്രിഗണോമെട്രിക് റേഷ്യോസ്? ഒന്ന് സൈൻ, SINE സൈൻ. 2 കോസൈൻ. 3 ടാൻജന്റ്. പിന്നെ 4ാമത്തേത് കൊസീക്കന്റ്. അടുത്തത് സീക്കന്റ്. അടുത്തത് കോ ടാൻജന്റ്. ഇവയാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച 6 ട്രിഗണോമെട്രിക് റേഷ്യോസ്, അതായത് ത്രികോണമിതി അംശബന്ധങ്ങൾ. ഒന്ന് സൈന്, കോസൈൻ, ടാൻജന്റ്, കൊസീക്കന്റ്, സീക്കന്റ്, കോ ടാൻജന്റ്. ഈ സൈനിൻ്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് സൈൻ എന്ന് പറഞ്ഞാൽ മതി, SIN എന്ന് പറഞ്ഞാൽ മതി. കോസൈൻ എന്നുള്ളതിന് കോസ് എന്ന് പറഞ്ഞാൽ മതി. ടാൻജന്റിന് ടാൻ എന്ന് പറഞ്ഞാൽ മതി. കൊസീക്കന്റിന് കൊസീക്ക് എന്ന് പറഞ്ഞാൽ മതി. സീക്കന്റിന് സീക്ക് എന്ന് പറഞ്ഞാൽ മതി. കോ ടാൻജന്റിന് കോട്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ശരിക്കും 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിവയാണ്. ഇപ്പോൾ സൈൻ എന്ന് വെച്ചാൽ SINE ആണ്. സൈൻ, അതിനെയാണ് നമ്മൾ SIN എന്ന് പറയുക. കോസ് എന്ന് വെച്ചാൽ കോസൈനാണ്. ടാൻ എന്ന് വെച്ചാൽ ടാൻജന്റ് എന്നാണ്. കൊസീക്ക് എന്ന് വെച്ചാൽ കൊസീക്കന്റ് എന്നാണ്. സീക്ക് സീക്കന്റ്. കോട്ടെന്ന് വെച്ചാൽ കോ ടാൻജന്റ് എന്നാണ്. ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC, റൈറ്റ് ആംഗിൾഡ് അറ്റ് B. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അതായത് ഒരു മട്ടത്രികോണം, അതിൽ B എന്ന് പറയുന്നത് മട്ടകോണാണ്, റൈറ്റ് ആംഗിൾ ആണ്. ബാക്കിയുള്ള 2 ആംഗിൾസ്, ഒന്ന് Aയും മറ്റൊന്ന് Cയും. ഈ 2 ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആണ്, അതായത് ന്യൂന കോണുകളാണ് ആംഗിൾ Aയും ആംഗിൾ Cയും. സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ A, അതായത് ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്, അതാണ് BC. അപ്പോൾ BC ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ A. സൈഡ് അഡ്ജസെന്റ് ടു ആംഗിൾ A എന്ന് പറയുന്നത് AB ആണ്. ഇവിടെ AC എന്ന് പറയുന്ന സൈഡ്, AC എന്ന സൈഡ് റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡാണ്.
റൈറ്റ് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന് വിളിക്കുന്ന പേരാണ് ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കും. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ സംബന്ധിച്ച് അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ ABC എന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ സംബന്ധിച്ച് AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസും BC എന്ന് പറയുന്ന സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എയും AB എന്ന് പറയുന്ന സൈഡ് അഡ്ജസെന്റ് ടു ആംഗിൾ എയുമാണ്. അതായത് എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് BC, എ എന്ന ആംഗിളിൻ്റെ അഡ്ജസെന്റ് സൈഡാണ് AB, AC എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസുമാണ്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിവയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എടുത്തു. റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ABC എടുത്തു. അതിൽ പറഞ്ഞു ബി എന്ന് പറയുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. ബാക്കി രണ്ട് ആംഗിൾസ് ഉണ്ട്, ആംഗിൾ എയും ആംഗിൾ സിയും. ഈ രണ്ട് ആംഗിൾസും അക്യൂട്ട് ആംഗിളുകൾ ആണ് എന്നുമാണ് പറഞ്ഞത്. ഇനി സൈൻ ഓഫ് ആംഗിൾ എ, സൈൻ ഓഫ് ആംഗിൾ എ അതിനെ നമ്മൾ സൈൻ എ എന്ന് പറയും. സൈൻ ഓഫ് ആംഗിൾ എയെ നമ്മൾ സൈൻ എ എന്ന് പറയും. എന്താണ് സൈൻ എ? അതായത് സൈൻ എ എന്ന് വെച്ചാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. ഇപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ അതായത് സൈൻ എ അതിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുക. ഈ ഓപ്പോസിറ്റ് സൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ എ എന്ന് പറയുന്ന ആംഗിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ്. അപ്പോൾ ഇവിടെ BC ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് AC എന്ന് വരും. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ എ അതായത് സൈൻ എ എന്ന് പറയുന്നത് BC ബൈ AC ആണ്. അപ്പോൾ സൈൻ എ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇതേ കണക്ക് നിങ്ങൾക്ക് കോസൈൻ ഓഫ് എ കണ്ടുപിടിക്കാം. അതായത് കോസ് എ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്താണ് കോസ് എ? അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന എ എന്ന ആംഗിളിന്റെ അഡ്ജസെന്റ് സൈഡ്, ദ സൈഡ് അഡ്ജസെന്റ് ടു ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എ എന്ന് പറയുന്ന ആംഗിളിന്റെ അടുത്ത് കിടക്കുന്ന സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ AB ഡിവൈഡഡ് ബൈ AC ആണ് കോസ് എ. ഇതേ കണക്ക് ടാൻജന്റ് ഓഫ് ആംഗിൾ എ അതിനെ നമുക്ക് ടാൻ എ എന്ന് പറയാം. ടാൻ എ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ് ആണ്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ എ എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്. എ എന്ന ആംഗിളിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ് BC ആണ്. BC ഡിവൈഡഡ് ബൈ അഡ്ജസെന്റ് സൈഡ്, എ എന്ന ആംഗിളിനെ സംബന്ധിച്ച് അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ BC ബൈ AB ആണ് ടാൻ എ. ഇപ്പോൾ സൈൻ എ എന്ന് വെച്ചാൽ BC ബൈ AC, കോസ് എ എന്ന് വെച്ചാൽ AB ബൈ AC, ടാൻ എ എന്ന് വെച്ചാൽ BC ബൈ AB. അപ്പോൾ സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, കോസ് എ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്, ടാൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെന്റ് സൈഡ്. ഇനി കൊസീക്ക് എ നോക്കാം. കൊസീക്ക് എ എന്ന് വെച്ചാൽ
hypotenuse divided by opposite side ആണ്. എ എന്ന ആംഗിളിൻ്റെ ഹൈപ്പോട്ടിന്യൂസ്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ സംബന്ധിച്ച് ഹൈപ്പോട്ടിന്യൂസിന് വ്യത്യാസമില്ല, എ സി തന്നെയാണ് ഹൈപ്പോട്ടിന്യൂസ്. എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് എ സി ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ബി സി ആണ്. അടുത്തത് സീക്ക് എ നോക്കാം. സീക്ക് എ എന്ന് വെച്ചാൽ ഹൈപ്പോട്ടിന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസിന് വ്യത്യാസമില്ല, ഹൈപ്പോട്ടിന്യൂസ് എ സി തന്നെയാണ്. എന്നാൽ എ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി ആണ്. അപ്പോൾ എ സി ബൈ എ ബി ആണ് സീക്ക് എ. ഇനിയുള്ളത് കോട്ട് എ ആണ്. കോട്ട് എ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കോട്ട് എ. അഡ്ജസൻറ്റ് സൈഡ് എ ബി ബൈ ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്. ഇതെല്ലാം എ എന്ന ആംഗിളിനെ സംബന്ധിച്ച് ഉള്ളതാണ്. എ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, എ എന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, സൈഡ് അഡ്ജസൻറ്റ് ടു ആംഗിൾ എ ആൻഡ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്നിവയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ്. പിന്നെ പറഞ്ഞു എന്താണ് സൈൻ എ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എന്താണ് കോസ് എ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. എന്താണ് ടാൻ എ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. പിന്നെ പറഞ്ഞു കൊസീക്ക് എ, ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക്ക് എ, ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. കോട്ട് എ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതിൽ നിന്ന് ഇതാ ഇവിടെ നോക്കൂ, സൈൻ എ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസും കൊസീക്ക് എ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് സൈൻ എയും കൊസീക്ക് എയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സൈൻ എയുടെ റെസിപ്രോക്കലാണ് കൊസീക്ക് എ. ഇവിടെ സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ കൊസീക്ക് എ എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അതായത് 1 ബൈ സൈൻ എ ആണ് കൊസീക്ക് എ, അല്ലെങ്കിൽ 1 ബൈ കൊസീക്ക് എ ആണ് സൈൻ എ. ഇതേ കണക്ക് തന്നെയാണ് കോസ് എയും സീക്ക് എയും തമ്മിലുള്ള റിലേഷനും. കോസ് എ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ സീക്ക് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ കോസ് എയും സീക്ക് എയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. അതായത് 1 ബൈ കോസ് എ ആണ് സീക്ക് എ, 1 ബൈ സീക്ക് എ ആയിരിക്കും കോസ് എ. ഇതുപോലെ തന്നെയാണ് ടാനിയെയും കോട്ടിയെയും തമ്മിലുള്ള റിലേഷനും. ടാനയുടെ റെസിപ്രോക്കലാണ് കോട്ടിയെ, അല്ലെങ്കിൽ കോട്ടിയയുടെ റെസിപ്രോക്കൽ ആയിരിക്കും ടാൻ എ. 1 ബൈ ടാൻ എ ഇസ് ഈക്വൽ ടു കോട്ടിയെ, ഓർ 1 ബൈ കോട്ടിയെ ഇസ് ഈക്വൽ ടു ടാൻ എ. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രോബ്ലം നോക്കാം. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സി. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ബി സിയിൽ കോസ് എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോസ് എ എന്ന് വെച്ചാൽ 1/2. കോസ് എയുടെ വാല്യൂ 1/2. എങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് അതർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഇനി ബാക്കി നിങ്ങൾക്ക് 5 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് ഉള്ളത്. ഒന്ന് സൈൻ എ, ടാൻ എ, കൊസീക്ക് എ,
സീക്ക് എ കോട്ട് എ. ഇങ്ങനെ ബാക്കിയുള്ള 5 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ വാല്യൂസ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കോസ് എ ആണ്. കോസ് എ ഇസ് ഈക്വൽ ടു 1/2 ആണ്. എന്താണ് കോസ് എ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ് എ എന്ന് പറയുന്നത്. അതായത് എ എന്ന് പറയുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 1ഉം, ശരിക്കും നമ്മൾ നേരത്തേക്ക് 1K, അതേ കണക്ക് തന്നെ ഹൈപ്പോട്ടിന്യൂസ് 2K അങ്ങനെയാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. K കൊടുക്കാതെ തന്നെ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് 1 എന്നും ഹൈപ്പോട്ടിന്യൂസ് 2 എന്നും എടുക്കാം. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC വരച്ചു. അതിൽ ബി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ്, കാരണം ക്വസ്റ്റ്യൻ അകത്ത് തന്നെ തന്നിരിക്കും ബി എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് എന്ന് തന്നിരിക്കും. ബാക്കിയുള്ള 2 ആംഗിൾസ് അക്യൂട്ട് ആംഗിൾസ് ആണ്. നമുക്ക് കോസ് എയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് 1 ആയിട്ടും അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് 2 ആയിട്ടും വേണം എടുക്കാൻ. അതായത് കോസ് എ ഇസ് ഈക്വൽ ടു 1/2, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ് കോസ് എ. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് 1 ആയിട്ടും ഹൈപ്പോട്ടിന്യൂസ് 2 ആയിട്ടും എടുക്കുക. അപ്പോൾ എ ബി ആണ് എ എന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, എ സി ആണ് ഹൈപ്പോട്ടിന്യൂസ് 2. ഇനി നിങ്ങൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എ ബി സി എന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിനെ സംബന്ധിച്ച് എ ബി നിങ്ങൾക്കറിയാം 1 സ്ക്വയർ പ്ലസ് ബി സി നിങ്ങൾക്കറിയില്ല, ബി സി ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സിയും നിങ്ങൾക്കറിയാം 2 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 4. ഇതിൽ നിന്ന് ബി സി സ്ക്വയർ കാണുക. ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 1, ദാറ്റ് ഈസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3. ബി സി സ്ക്വയർ 3 ആണെങ്കിൽ ബി സി ഇസ് ഈക്വൽ ടു √3. ബി സിയുടെ വാല്യൂ ഫിഗറിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ √3 എന്ന് പറയുന്നത് ബി സിയുടെ വാല്യൂ ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സൈൻ എ കാണാനായിട്ട് സാധിക്കും. സൈൻ എ എന്താണ്? സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് √3/2 എന്ന് കിട്ടും. സൈൻ എ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് √3/2. തൊട്ട് മുമ്പ് നിങ്ങൾ പഠിച്ചു സൈൻ എയുടെ റെസിപ്രോക്കലാണ് കൊസീക് എ. അപ്പോൾ സൈൻ എ √3/2 ആണെങ്കിൽ കൊസീക് എ എന്ന് പറയുന്നത് 2/√3 ആയിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ടാൻ എ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ടാൻ എ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ എ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്താണ് എ എന്ന് പറയുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്? √3. ഏതാണ് അഡ്ജസൻറ്റ് സൈഡ്? 1. അപ്പോൾ √3/1. ടാൻ എ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും കോട്ട് എ. അപ്പോൾ കോട്ട് എ എന്ന് പറയുന്നത് 1/√3. ഇനി നിങ്ങൾക്ക് ഓൾറെഡി കോസ് എ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോസ് എ എന്ന് വെച്ചാൽ 1/2 ആണ്. കോസ് എയുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സീക്ക് എ ആയിരിക്കും. 1/2ന്റെ റെസിപ്രോക്കൽ 2/1. ഇതുപോലെ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ട് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഇനി +1 പഠിക്കുമ്പോഴും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്.